ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് ഒരു അടിപൊളി ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. വളരെ ടേസ്റ്റിയാണ്. ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം. പച്ചമണമെല്ലാം മാറിയതിന് ശേഷം ഒരു കളർ വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചിക്കൻ നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടിയും ആറിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: തക്കാളി, സവാള, കറിവേപ്പില, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം. ചട്ടി നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കാം. ചൂടായതിന് ശേഷം അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണം മാറിയതിന് ശേഷം ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ട് വഴണ്ടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. സവാളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയെല്ലാം നന്നായി വഴണ്ടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഉള്ളി നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. കുറച്ച് വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം വറ്റിയതിന് ശേഷം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം.
ഇതുപോലെ ഗ്രേവി ടൈപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കൂടുതലായിട്ട് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ പാടില്ല. ചെറിയ തിള വരുമ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്യണം. ഇതുപോലെ തിള വന്നതിന് ശേഷം നമുക്ക് മല്ലിയിലയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് അടച്ചു വെക്കാം. കൂടുതലായിട്ട് തിളയ്ക്കാൻ വേണ്ടി വെക്കരുത്. നമ്മുടെ അടിപൊളി തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോസ് എല്ലാം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നാടൻ കൂൺകറി എങ്ങനെ വയ്ക്കുക എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ.